ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ഇപ്പോൾ ചെന്ന് അവളുടെ അമ്മയുടെ വലിയൊരു വിഷമം മാറ്റാനായിട്ട് അവളുടെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവളുടെ അമ്മയ്ക്ക് വേണ്ട ലെറ്റേഴ്സും സർപ്രൈസസ് ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചെന്നിന്റെ അടുത്തേക്ക് ഇപ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് അവളുടെ അച്ഛൻ തന്നെ അവിടേക്ക് വരികയാണ്. അവളെ വിളിച്ചപ്പോൾ തനിക്ക് വർക്ക് ഉണ്ടെന്നും താൻ വരില്ലെന്നും അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും തന്റെ ഭാര്യയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ താൻ എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നും അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ തന്റെ ഭാര്യയുടെ മകളുടെ ഒപ്പം വേണ്ടേ അത് സ്പെൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെന്നിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ കുട്ടിയുടേതുപോലെ അവളെ എടുത്ത് അവളെ ഗ്രീറ്റ് ചെയ്ത് പിന്നെ അവൻ ഫ്രഷ് ആവാനായിട്ട് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അന്നത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ചെന്നിന്റെ അമ്മ അടുക്കളയിൽ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെന്നിന്റെ അച്ഛനെ കാണുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കിച്ചണിൽ ഉണ്ടായിരുന്ന 2-3 പ്രൊഡക്ട്സ് ഒക്കെ എക്സ്പയർ ആയി എന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മ എന്താ നിന്നെ നോക്കുന്നില്ലേ, എക്സ്പയർ ആയ സാധനങ്ങളാണോ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവളുടെ അമ്മ വന്നതറിയാതെ അവളുടെ അച്ഛൻ ഇപ്പോൾ ചെന്നിന്റെ അമ്മേനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് ബാക്കിൽ നിന്ന് കേട്ടോണ്ടിരുന്ന ചെന്നിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങളെ ഇപ്പോഴാണോ എന്നെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നതെന്നും എനിക്ക് എന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്നും ആണ്ടിലൊരിക്കൽ മാത്രം വീട്ടിലേക്ക് ഒരു വിസിറ്റിന് വരുന്ന അവളുടെ അച്ഛന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലെന്നും ചെന്നിന് ഇവിടെ ഒരു കുറവും ഇല്ലാണ്ടാണ് ഇത്ര നാള് ഞാൻ നോക്കിയതെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്ന ചെന്നിപ്പോ നേരെ ഇതിലൊന്നും തന്നെ ഇടപെടാണ്ട് നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ജിങ് അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ അവന്റെ വീടിന്റെ മുറ്റത്തായിട്ട് ഉറക്കപ്പിച്ചിലിരിക്കുന്ന ചെന്നിനെയാണ് അവൻ കാണുന്നത്. അങ്ങനെ ആദ്യമൊക്കെ അവളോട് കാര്യം ചോദിച്ച് അവൾ പറഞ്ഞില്ലെങ്കിലും ലാസ്റ്റ് തന്റെ പാരന്റ്സ് അടി കൂടിയതുകൊണ്ടാണ് താൻ ഇങ്ങനെ ജിങ്ങിന്റെ വീടിന് മുമ്പിൽ ഇരിക്കുന്നതെന്ന് വളരെ നിസ്സഹായതോട് കൂടിയിട്ട് ഇപ്പൊ ചെന്ന് പറയുന്നുണ്ട്. സെയിം ടൈമിൽ തന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സൊങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ചെന്ന് തന്റെ വീട്ടിലുണ്ടെന്നും അവൾക്കൊരു പ്രോബ്ലം ഉണ്ടെന്നും ജിങ്ങിന്റെ മെസ്സേജ് കണ്ടിട്ട് ഒന്നും തന്നെ ചെയ്യാതെ സൊങ്ങും നേരെ തന്നെ അവന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജിങ്ങിന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്നിനെയും അവളെ പോലെ തന്നെ ഇരിക്കുന്ന സൊങ്ങിനെയും കണ്ടിട്ട് ജിങ്ങിന് തന്നെ ആകെ ഭ്രാന്ത് വരുന്നുണ്ട്. പിന്നീട് അവര് ചെന്നിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്താണ് തന്റെ പാരന്റ്സിനെ പറ്റി അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അത്രയും സന്തോഷത്തിലിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്തപ്പോൾ തനിക്കൊരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നും നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഫൈറ്റ്സ് ഉണ്ടാവാറുണ്ടോന്ന് അവളിപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജിങ് ആകട്ടെ തന്റെ വീട്ടിൽ ഏറ്റവും ചെറിയ കാര്യത്തിന് വരെ യുദ്ധമാണെന്നും വെൽ സോങ് ആകട്ടെ അവന്റെ വീട്ടിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റുകൾ ഇല്ലെന്നും അവന്റെ അച്ഛനാണ് എപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടാറെന്നും പറയുന്നുണ്ട്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാ വീട്ടിലും ഇതുപോലെയുള്ള ചെറിയ ഫൈറ്റ്സ് നിസാരമാണെന്നും ആൻഡ് ഈ ലവ് സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഇടയിൽ കുറച്ചൊക്കെ പിണക്കങ്ങളും തല്ലുകൂട്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഇപ്പൊ ചെന്നിനും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരുടെ അമ്മമാരുടെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ ജിങ്ങിന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ഇരിക്കുന്ന എല്ലാവരെയും കണ്ടിട്ട് അവര് 3 പേരും തലേ ദിവസം ആ ഒരു റൂമിൽ തന്നെയാണോ കിടന്നുറങ്ങിയതെന്ന് പോലും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി അന്നത്തെ ദിവസം നമ്മുടെ ചെന്നിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളും അവളുടെ അച്ഛനും കൂട്ടിയിട്ട് അവരുടെ വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ബലൂൺസും ഡെക്കോൾസും ഒക്കെ ആയിട്ട് അവരുടെ വീട് തന്നെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ നേരത്തെ തന്നെ അവളുടെ അച്ഛൻ ചെന്നിന്റെ അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് വീടിന്റെ ഡോറിന്റെ പുറമെ തമാശയ്ക്കായിട്ട് ഒരുപാട് നാള് നീ കഷ്ടപ്പെട്ടതല്ലേന്നും ഇനി മുതൽ ചെന്നിന്റെ കാര്യങ്ങൾ താൻ കൂടി നോക്കിക്കൊള്ളാം എന്ന് എഴുതുന്നുണ്ടെങ്കിലും അത് എഴുതി ലാസ്റ്റ് വായിച്ചു വരുമ്പോൾ ഇത്രയും നാളും ചെന്നിന്റെ കാര്യങ്ങൾ നീ അല്ലേ നോക്കിയതെന്നും അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അവളെ നോക്കിക്കോളാം എന്ന രീതിയിൽ ആയി പോകുന്നുണ്ട്. അതായത് ചെന്നിന്റെ അച്ഛൻ അത് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഒരു സ്നേഹബന്ധത്തിന്റെ സിംബോളിക് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നെങ്കിലും വായിക്കുന്ന ആൾക്ക് അതൊരു ഡൈവോഴ്സ് ലെറ്റർ പോലെ തോന്നുമായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ചെന്നിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് അവർ രണ്ടുപേരും കൂടി ഡോറിന്റെ പുറകിലായിട്ട് ഒളിച്ചിരുന്ന് അവളുടെ അമ്മ കയറുമ്പോൾ അവൾ ഹഗ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ ഇപ്പോൾ ഡോറിന്റെ പുറകെ തന്നെ വന്നിട്ട് അതുമേ ഉണ്ടായിരുന്ന ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന രീതിയിൽ ഒരു ഡൈവോഴ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ എഴുതിയ പോലെ ഫീൽ ചെയ്തിട്ട് അവളിപ്പോൾ അത് താങ്ങാൻ പറ്റാണ്ട് അവളുടെ കയ്യിലുള്ള എല്ലാം അവിടെ തന്നെ ഇട്ടെറിഞ്ഞ് നേരെ ചെന്നിന്റെ അച്ഛനെയും അവളെയും കണ്ടുപിടിക്കാനായിട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. സോ ഈ ഒരു കാര്യം കാണുമ്പോൾ തനിക്ക് പറ്റിപ്പോയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് ചെന്നിന്റെ അച്ഛന് മനസ്സിലാകുന്നത്. അങ്ങനെ ഇപ്പോൾ ചെന്നിന്റെ അച്ഛനും അവളും കൂടി വേഗം തന്നെ അവളുടെ അമ്മയെ പോയിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവര് ആ ഒരു ലെറ്റർ എഴുതിന്റെ ഉദ്ദേശവും അവരുടെ സർപ്രൈസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തനിക്ക് പറ്റിപ്പോയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്കും അത് വലിയൊരു കോമഡി ആയതൊക്കെ പറഞ്ഞ് ഇപ്പൊ അവരെല്ലാരും കൂടി അത് എൻജോയ് ചെയ്ത് ലാസ്റ്റ് അവളുടെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം പോലെ തന്നെ അവര് ആ ഒരു ബർത്ത്ഡേ ഫുള്ള് സെലിബ്രേറ്റ് ചെയ്ത് സന്തോഷത്തോടെ അവളുടെ അച്ഛൻ അവിടുന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച അതേ കേക്ക് തന്നെ അവൾ അവിടെ വെച്ച് മുറിക്കുന്നുമുണ്ട്.
അങ്ങനെ ആ അച്ഛനും അമ്മയും മകളും കൂടിയിട്ട് അന്നത്തെ ദിവസം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും എൻജോയ് ചെയ്ത് ഹാപ്പിയായി ഇരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഇപ്പൊ ചെന്നിനെ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്നും അതുകൊണ്ട് കണ്ണടിച്ചിരിക്കാനും പറഞ്ഞിട്ട് ജിങ് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആദ്യം അവളെ കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷം പിന്നീട് അവൻ അവളുടെ കയ്യിലേക്ക് കഴിഞ്ഞ ദിവസം അവൾ കേക്ക് ഷോപ്പിലേക്ക് പോയപ്പോൾ കൊതിയോടുകൂടി നോക്കി നിന്നിരുന്ന ആ ഒരു കേക്കിന്റെ ഒരു കഷ്ണം ഇപ്പോൾ അവളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ചെന്നാകെ ഷോക്ക്ഡ് ആയിട്ട് ഈ ഒരു കേക്ക് വളരെ എക്സ്പെൻസീവ് ആണെന്നും മാത്രമല്ല ഇതിങ്ങനെ സ്ലൈസുകളായിട്ട് അവർ വിൽക്കില്ലെന്നും അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് എത്ര സിമ്പിൾ ആണെന്ന് നിനക്കറിയില്ലേന്ന് ജിങ് പറയുന്നുണ്ടെങ്കിലും ഫ്ലാഷ് ബാക്കിൽ ജിങ് ഇപ്പോൾ സോങ്ങിനെയും അവന്റെ പഠിപ്പിയായിട്ടുള്ള ഫ്രണ്ടായ ലിയാനെയും കൂട്ടിയിട്ട് ആ ഒരു കേക്ക് ഷോപ്പിലേക്ക് പോയതും ആ ഒരു കേക്ക് വാങ്ങിച്ചതിന് ശേഷം അതിന്റെ കുറച്ച് പകുതി രണ്ടു പേർക്കുമായിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയിട്ട് അവരോട് തന്നെ ആ ഒരു ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് പറഞ്ഞതും പാവം നമ്മുടെ ചെക്കന്മാര് അവിടെ പെട്ടുപോയതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പ്രസന്റിൽ ഇപ്പൊ ജിങ് ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് അവളുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് അവളെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് കേക്ക് അവിടെ ഇരുന്ന് ഷെയർ ചെയ്യുമ്പോൾ ജിങ്ങിന്റെ ഒപ്പം പോയതിന്റെ പേരിൽ പണി കിട്ടിയിട്ടുള്ള സോങ്ങും ലീറ്റ് ചെയ്യാനും അവരുടെ വീട്ടിലും ആ ഒരു കേക്കിന്റെ പാതി കൊണ്ടുകൊടുത്ത് അവരെല്ലാവരും തന്നെ അവരുടെ ഫാമിലീസും വളരെയധികം ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ഓരോരുത്തരുടെയും പണ്ടത്തെ സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസും അവർ ഇരുവരും ഡേറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചതും അങ്ങനെ അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പ്രസന്റില് സംസാരമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ജിങ്ങും ചെന്നും കൂടി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഇത്രയും ലേറ്റ് ആയിട്ടും ജിങ്ങിന്റെ ഒപ്പം അവൾ വീട്ടിലേക്ക് കയറി വരുന്നത് ഇഷ്ടപ്പെടാണ്ട് അവളുടെ അച്ഛൻ ഇപ്പൊ അവളുടെ അടുത്ത് വന്നിട്ട് അവളും ജിങ്ങും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്നും പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇത്രയും ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് കയറി വന്നതെന്നൊക്കെ ചോദിച്ച് ചെറുതായിട്ട് അവൾ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും അവൻ തന്നെ നല്ലൊരു ഫ്രണ്ടാണെന്നും അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കായിരുന്നു എന്നും പറഞ്ഞിട്ട് ചെന്നിപ്പോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം ജിങ് അവന്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവന്റെ അമ്മ ഇപ്പൊ അവന്റെ അച്ഛനെ പോവാനായിട്ടുള്ള ബാഗുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ട് എന്താ കാര്യം എന്ന് ജിങ് ചോദിക്കുമ്പോഴാണ് ഒരു ഫയർ ഫൈറ്റർ ആയിട്ടുള്ള അവന്റെ അച്ഛന് ഇപ്പൊ ടോങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടിയിരിക്കുന്നതായിട്ടും അതുകൊണ്ട് തന്നെ നാളെ തന്നെ അവിടേക്ക് പോവേണ്ടി വരുമെന്നും അവന്റെ അച്ഛൻ പറയുന്നത്. ഇതിന്നിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും ഈ ടോങ്ക്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ഫുട്ബോൾ ടീം ഉണ്ടെന്നും നീ ഒരിക്കലും വരുമ്പോൾ നമുക്കതൊക്കെ വിസിറ്റ് ചെയ്യാമെന്നും അവന്റെ അച്ഛൻ ഇപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം കാണിക്കുമ്പോൾ അവന്റെ അച്ഛനെ യാത്രയാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവന്റെ അച്ഛൻ അവനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്റെ പാഷനായിട്ടുള്ള ഫുട്ബോളിനെ പറ്റി പറയുകയും അതിന് ട്രൈ ചെയ്യുകയും വേണം എന്നൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ അച്ഛൻ കാറിൽ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചെന്ന് എത്തുന്നത്. മാത്രമല്ല അന്ന് ജിങ്ങിന്റെ മുഖത്തുള്ള ആ ഒരു വിഷമം ശ്രദ്ധിക്കുമ്പോഴാണ് സാധാരണ ചെന്നിന്റെ അച്ഛൻ ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവള് വിഷമിച്ചിരിക്കുന്ന പോലെ ഈ ലോകത്ത് മിക്ക മക്കളും ഇതുപോലുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുള്ള ഒരു സത്യം ചെന്നിപ്പോ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ അവള് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അവിടെ അവളെ ഷോക്കാക്കിയിട്ട് അവളുടെ അച്ഛൻ പിറ്റേ ദിവസം പോകുന്നു. അതുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ചെന്നിനെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ ഈ ഒരു കാഴ്ച വളരെ കോമൺ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവളിപ്പോ അതിനോട് അഡ്ജസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ തന്റെ വിഷമമൊക്കെ ഉള്ളിലൊതുക്കി അവള് ഇപ്പൊ കിട്ടുന്ന നേരം തന്റെ അച്ഛൻ്റെ ഒപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം അവരുടെ സ്കൂളിൽ ഇപ്പൊ ഫൈനൽ ആയിട്ടുള്ള ഒരു വലിയ പരീക്ഷ വരാനിരിക്കുന്ന കാരണം കൊണ്ട് എല്ലാവരും തന്നെ ബ്രേക്ക് ടൈമിൽ പോലും ഫുൾ ടൈം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ഇടയിലും ജിങ്ങിന് അവന്റെ പാഷൻ ആയിട്ടുള്ള ആ ഒരു ഫുട്ബോളും സ്പോർട്സ് ഒക്കെ വിട്ടതിന്റെ വിഷമത്തില് ഇനി തന്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. കാരണം ജിങ്ങിന് സ്പോർട്സ് കോട്ടയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കിട്ടുമെങ്കിലും അവനിപ്പോ വേണ്ടത്ര അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തില് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ജിങ്ങിനെയും വേറൊരു സൈഡില് ഇതേ കാര്യത്തിനെ പറ്റി ടെൻഷൻ അടിച്ചിരിക്കുന്ന അവന്റെ അമ്മയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.